നോർമലി കോർപ്പറേറ്റ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലേ ഓഫീസ് പൊളിറ്റിക്സ് എന്താണെന്ന്. ഒന്നെങ്കിൽ ബോസിനെ അല്ലെങ്കിൽ നമ്മുടെ മാനേജർക്ക് ആർക്കെങ്കിലും നമ്മളെ തീരെ ഇഷ്ടമായിരിക്കത്തില്ല. ഈ സിനിമയിൽ നമ്മുടെ ലിൻഡേനെ ബോസിന് തീരെ ഇഷ്ടമല്ല. കണ്ടപ്പോൾ തൊട്ടേ ലിൻഡേനെ അയാൾക്ക് തീരെ പിടിച്ചിട്ടില്ല. 7 വർഷമായിട്ട് ലിൻഡെ ആ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിൻഡയ്ക്ക് കൊടുക്കേണ്ട പ്രൊമോഷൻ പോലും അയാൾ കൊടുക്കുന്നില്ല. ലിൻഡ പോയിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടാഞ്ഞത്. അപ്പോൾ അയാൾ പറയും നീ അത്ര കേപ്പബിൾ ഒന്നും അല്ല, നിനക്കിനി പ്രൊമോഷൻ വേണമെങ്കിൽ ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട്, പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ പോരെ ബാങ്കോക്കിന്, ഇതൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഒക്കെ നീ സോൾവ് ചെയ്യുവാണെങ്കിൽ നീ കേപ്പബിൾ ആണോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാണ്. അങ്ങനെ ലിൻഡെ അവരുടെ പോവുകയാണ്. പക്ഷെ പോകുന്ന വഴിക്ക് എന്താ സംഭവിച്ചതെന്നറിയാമോ? കുറച്ച് കൊളീഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ. പോകുന്ന വഴിക്ക് ആ വിമാനം ക്രാഷ് ആവുകയും കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് ഒക്കെ മരിക്കുകയും ലിൻഡയും നമ്മുടെ ബോസും മാത്രമേ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് അവരൊരു ദ്വീപിൽ പെട്ടുപോകുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഒരു നോർമൽ കോമഡി സർവൈവൽ അല്ലെങ്കിൽ ഒരു റൊമാൻസ് മൂവി ആയിരിക്കും അല്ലേ. പക്ഷേ അതൊന്നുമല്ല, ചെറിയൊരു മാറ്റമുണ്ട്. ഈഗോയും പരസ്പരം വിദ്വേഷമുള്ള രണ്ടുപേരും ഒരുമിച്ച് എങ്ങനെ ഇരിക്കും? രണ്ടെണ്ണം കണക്കാട്ടോ, ഒന്നിനൊന്നിന് മെച്ചമാണ്. എന്തായാലും ഈവിൾ ഡെഡ് പോലുള്ള അടിപൊളി സിനിമകൾ സംവിധാനം ചെയ്ത സാം റൈമിയുടെ മൂവിയാണ്. മൂവി നെയിം സെൻഡ് ഹെൽപ്പ്. ഇതൊരു സിനിമ കണ്ടില്ലേ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഒരു അഡ്വഞ്ചർ സർവൈവൽ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ കാണുമല്ലേ? ബൈ.